ഉണ്ടോ അമ്മ? നമുക്കിടുമ്പോ പോട്ടെ ആവശ്യമടി ഇടുമ്പോ വിചാരിച്ച പോട്ടെ അപ്പം സന്തോഷം. അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മോർണിംഗ് ഒരു നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഉമ്മ ഇവിടെ നല്ല നീർദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഓട്സിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഒരു കപ്പിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കുതിരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് അരക്കാനുണ്ട്. അപ്പോൾ ഇതാ ഉമ്മ ഇതാ നല്ല ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അരി ആട്ടിയിട്ടുള്ള ദോശയാണ് കേട്ടോ. എനിക്കിത് അത്ര തന്നെ ഇഷ്ടമല്ല. പിന്നെ ചില ആളുകൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും. പക്ഷെ അരിപ്പൊടിനായിട്ട് ടേസ്റ്റ് അരി ആട്ടിയിട്ടുള്ളത് തന്നെയാണല്ലോ. പിന്നെ ഇതാ ഇക്കാക്ക് തക്കാളി കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ ഇതാ ഉമ്മ സ്പെഷ്യലായിട്ട് തക്കാളി കറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ദോശ എണ്ണ ജസ്റ്റ് തടവിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. എല്ലാവരും നമ്മൾ ശരിക്കും മലപ്പുറം ഈ ഭാഗത്തേക്കൊക്കെ നല്ല ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ ഈ ഒരു ദോശ. അപ്പം ഞാൻ ആ ഓട്സ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിതാ വലിയ ഉള്ളിയൊരു ചെറിയ പീസും തക്കാളി പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൊടിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലയും ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഓവർ വെള്ളമൊന്നും വേണ്ട, കുറച്ച് തിക്ക് ബാറ്ററാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് ഇതാ മല്ലിയിലയുടെ ആഡ് ചെയ്തിട്ട് ഞാൻ അന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ്. കറി ഇല്ലെങ്കിൽ ഇതുപോലെ കഴിച്ചെടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. ഡയറ്റിങ്ങുകാർക്കൊക്കെ പറ്റുന്ന ഒരു ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഓൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചുടുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടച്ച് വേവിക്കരുത് കേട്ടോ. ഇത് സിമ്മിലിട്ടിട്ടൊക്കെ ഒന്ന് അടക്കാതെ ഇങ്ങനെ വേവിച്ചെടുക്കണം. അതുമാത്രമല്ല കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നമ്മളിതാ കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഇത് എൻ്റെ ഉമ്മയാണ്. പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലിക്കറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റീസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാ വെള്ളരിത്ത് ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉമ്മ കുറേ ദിവസം ഇങ്ങനെ പറയുന്നത് നമ്മളെ പൊരിയില്ലേ, അരിപ്പൊരി, അതൊക്കെ വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് കിട്ടുമല്ലോ. അപ്പം ഞാനിതാ ഉമ്മാക്ക് വേണ്ടിയിട്ട് അരിൻ്റെ പൊരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കൽ. നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ്. നമ്മളെ പാളയം ഫ്രൂട്ട്സിൻ കടൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ രണ്ടാളും ഒരു 11 മണിക്കാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മൾ മെയിൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇക്ക നാട്ടിൽ നിന്ന് വാങ്ങിക്കലാണ്. അപ്പോൾ നാട്ടിലൊക്കെ നല്ല റേറ്റ് അല്ലേ. അപ്പോൾ ഇത് ഹോൾസെയിൽ കടയാണല്ലോ നമ്മളെ കാലിക്കറ്റ്. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ചെറിയ ഡിഫറൻ്റ് ഒക്കെ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ല ഫ്രഷ് സാധനം കിട്ടും കേട്ടോ. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ക്യാഷ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഫ്രഷ് സാധനം നമുക്ക് കിട്ടിയാൽ അത് തന്നെ എല്ലായിടത്തുനിന്നും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ നിന്നാണ് കൂടുതൽ ഐറ്റംസ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടാൽ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെക്ഷനാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചാൽ നല്ല ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ ഇക്കപ്പോൾ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പക്ഷെ അത്ര നല്ല ക്വാളിറ്റി ഉള്ളത് ഇക്ക വാങ്ങിച്ചുകൊണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള ഫ്ലേവറും ടേസ്റ്റ് ചെയ്തിട്ട് ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പഴയങ്ങാടിയിലാണ്. അപ്പോൾ ഒരുപാട് ഹോൾസെയിൽ മാർക്കറ്റുള്ളൊരു ഷോപ്പാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഉമ്മ കുറേ ആയിട്ട് ഇങ്ങനെ പറയാറുണ്ട് പാത്രമൊക്കെ വാങ്ങണമെന്ന്, ഫ്രൈ പാനൊക്കെ. അപ്പോൾ അതൊക്കെ ഉമ്മാക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ റിയാക്ഷൻ എന്താണെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ കാലിക്കറ്റ് പോകുമ്പോൾ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഉമ്മാക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഉമ്മ തന്നെ ആകെ ഷോക്കായി പോകും. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സമ്മാനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ അല്ലേ. അത് ഇനി ചെറിയൊരു മുട്ടുസൂചിയായാലും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന എന്തൊരു കാര്യത്തിനും
ഞാനൊരു പാത്രങ്ങളൊക്കെ വാങ്ങിച്ചാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നതാണ്. എനിക്കൊരു ചെറിയൊരു കടായി പോട്ടൊക്കെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഉമ്മ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ടു കൊടുക്കുകയാണ്. കാരണം ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട് നമുക്ക് 2-3 പാത്രങ്ങൾ വാങ്ങിക്കണം, ഇവിടെ അത്യാവശ്യമുള്ള സംഭവം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാലിക്കറ്റ് പോയ ടൈമിൽ വാങ്ങിച്ചാണ്. ഒരുപാട് സംഭവങ്ങൾ കാണുമ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കലാണ്. ഞാൻ ഉമ്മാൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ ഇക്കാടെ ഉമ്മാൻ്റെ കൂടി വരും കേട്ടോ. പക്ഷെ ഇന്ന് ഇക്കാൻ്റെ ഉമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഹസ് സ്കൂളിട്ട് വരുമ്പോൾ എന്തായാലും ഞങ്ങൾ വരില്ല. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ പോകണം 11:30 ആ ഒരു ടൈമിലല്ലേ നാട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ നമ്മൾ കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഒരു 5 മണി 5:30 എന്തായാലും ആവും വീട്ടിലെത്താൻ. അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ടായാലേ ഹസ് ഉണ്ടാവും. ഹസ് സ്കൂളിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാൾ വേണമല്ലോ. അപ്പോൾ അതാ ഞാനൊരു കുമാർ എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു കടായി പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഭയങ്കര ടയർഡായിട്ടോ. കാരണം ഒരുപാട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ പോയതല്ലേ. അപ്പോൾ ആകെ ടയർഡായിട്ട്. അപ്പം നമ്മൾ വരുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി മട്ടി നല്ല കുട്ടീനിന്നേ വെരി വെരി കുറച്ചൊക്കെ നന്നായിരുന്നു. ഓ നല്ല കുട്ടീനെയോ എന്നാ മെച്ചിക്ക് വേണ്ട. നിങ്ങൾക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്താണ് സർപ്രൈസ്? നിങ്ങൾ ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാവണ്ട. കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ബുദ്ധിമുട്ട്. ഏത് അതല്ല, നൂൽപുട്ട് ചുടാൻ വേണ്ടി ഇനി ഇടങ്ങാറാണ്. അത് വാങ്ങിനോ? അല്ല, ഒരു വെറൈറ്റി വാങ്ങിന് കൊണ്ടു നട്ടി. അത് കുടുക്കിയിട്ട് തിരിച്ചാനില്ലേ? അപ്പൊ ഒരാളെ സഹായം വേണ്ട. സാധനം ഒന്ന് നോക്കി നോക്കിയാ. ഇതെന്താ അറിയോ, നൂൽപുട്ട് നമുക്ക് ആരി ഇതില്ലാതെ നമുക്ക് ഇവിടെ സ്റ്റാൻഡ് ഇപ്പൊ ഒരു മോഡൽ ശക്തി വേണ്ടേ? ശക്തി വേണ്ട. അങ്കിളെ തരാം കേട്ടോ. അമ്മമാർക്ക് മാത്രമല്ല അസുമോനും വേണുണ്ട്. എങ്ങനെയുണ്ട് പാത്രം നോക്കി. ഉമ്മ പുതിയൊരു പാത്രം കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പൊ ഉമ്മ പാത്രത്തിന്റെ അൺബോക്സിങ് കേട്ടോ. നമ്മളൊരു ഒരു കടായി പോട്ട് പോലത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ നേരെ ചെറുത് കൊടുത്തിരുന്നു. ഞാൻ ഇത് കണ്ടപ്പോ പിന്നെ അത് അവിടെ തന്നെ വെച്ചു. വലിയതാ വണ്ടി? ഇത് വലിയതാ. എവിടെ ഇത്? നോക്കടമ്മ പോട്ടെ. ആവശ്യറടി. ഇതുമ്മ വിചാരിച്ച പോട്ടെ. ഉമ്മ വിചാരിച്ച പോട്ട്. ഉമ്മ വിചാരിച്ച പോട്ട്. വിചാരിച്ച പോട്ട് മരുവും പിന്നെ ഇത് 1 വർഷം വാറന്റി ഉള്ള ഗ്യാരണ്ടി വാറന്റി. സന്തോഷായില്ലേ? ഓ ചെലവല്ലേ? അതേമാതിരി തിരിച്ചാൻ പറ്റുമോ? ഇതിപ്പോ നൂൽപുട്ട് ചുടാൻ വേണം ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഒറ്റക്ക് കഴിയൂല. ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പൊ അതിന് മെഷീൻ വന്നിട്ടുണ്ട്. നമ്മൾ ചെരവന്റെ പോലെ അത് ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അത് ഇതിൽ അഡ്ജസ്റ്റബിൾ ആക്കിയിട്ട് വെച്ചാല് പിന്നെ എങ്ങനെ ചെയ്യും. അതിനത്തേക്ക് പാകാവൂ. നമ്മള് മുറിക്കാൻ മതിയില്ലേ? അത് ലൂസാക്കുമ്പോ ഇത് ഇടിയപ്പം ചൂടല്ലേ രാത്രി? ഷറായില്ലേ? ഇറച്ചിക്കറി ഉണ്ട്. അപ്പൊ നമുക്ക് ഇടിയപ്പം ചൂടല്ല. അപ്പൊ ഇന്ന് എന്തായാലും ഇടിയപ്പം. കാരണം ഇവിടെ എല്ലാവർക്കും ഇടിയപ്പം. അപ്പൊ ഈ ഒരു മെഷീന് കണ്ടപ്പോ വാങ്ങിച്ചാട്ടോ. നമ്മള് ചെലവന്റെ ഒക്കെ മതിലിനെ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇതാക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മള് ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ ഇന്ന് എന്തായാലും നൈറ്റ്ലി ഇടിയപ്പാണ് അല്ലേ? ഓക്കെ. ഉമ്മാക്കിഞ്ഞ് സന്തോഷായി ഇടിയപ്പം. ഇടിയപ്പം സൈക്കിൾ വാങ്ങാൻ പോട്ടോ. സൈക്കിൾ വാങ്ങി കൊണ്ടിട്ട് ഇക്കാരൊന്നും. അപ്പൊ ഇന്ന് എന്തായാലും നമ്മള് ഇടിയപ്പാട്ടോ നൈറ്റില് എന്നും വിചാരിക്കണം. ഫിറ്റിങ് അത് ഞാൻ ഫിറ്റ് ചെയ്തതാ. ഇവിടെ സ്ക്രൂ വെച്ചിട്ടും ഞാൻ ഫിറ്റ് ചെയ്തത്. ബേബിക്ക് എന്താ ഉമ്മി കൊണ്ടെന്ന് അറിയോ? എന്തായിരിക്കും അറിയില്ലല്ല. കുഞ്ഞിന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു. ആരെ? ഓനുമ്മമാനെ കുറച്ച് ഇടങ്ങാറാക്കണല്ലോ. അപ്പൊ ഓനൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. അമ്മച്ചിക്കൊരു ഉമ്മ വരുമോ? അമ്മച്ചിക്കൊരു ഉമ്മ വരുമോ? എന്താ എനിക്കെന്തോ വേണ്ടി? എന്താ സാധനം അറിയോ? ഡ്രസ്സിങ് ചെയ്യാം.
എന്താ അതിന് അതിന് ഒരു നട്സൊക്കെ കൊണ്ടുവന്ന ഇതല്ലേ നല്ല വേറൊരു സംഭവം ഉണ്ട് ഇടയ്ക്ക് അല്ലേ ഉണ്ടെന്നില്ല ഇതിൽ എന്തൊക്കെയുള്ളത് നോക്ക് മാംഗോ ഉണ്ട് കിവി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതാ അമ്മച്ചി എന്തൊക്കെ കൊണ്ടുവന്ന് നോക്ക് എന്താ കൊണ്ടുവന്ന് നോക്ക് ഇതൊക്കെ എൻ്റെ പൊന്നു വേബിക്കില്ല ബദം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു അവിടെ നട്സിൻ്റെ ഷോപ്പിൽ ഞാൻ പോയപ്പോൾ വാങ്ങിയതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടു പിന്നെ അതുപോലെ തന്നെ നമ്മളെ കസ്കസ് ആണ് കേട്ടോ ബ്ലാക്ക് കസ്കസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇതാ എൻ്റെ കുട്ടിക്ക് ഇതായിട്ടൊക്കെ അത്തിപ്പഴം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെപ്പർ കടലാണ് ഇത് അതുപോലെ തന്നെ ഗ്രീൻ കടലയാണ് പിന്നെ ഇതാ അണ്ടിപ്പരിപ്പും കൊണ്ടു 3 ഐറ്റംസിൻ്റെ പൊന്നിന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇത് വേണ്ടാന്ന് ഇവിടേക്കാ ഇതൊക്കെ ഇതിൻ്റെ കുഞ്ഞു ബേബിക്കുള്ള മിഠായി കഴിക്കുന്നതായിട്ട് ബെറ്റർ ഇത് കഴിക്കുന്നല്ല പൊന്നെ അല്ലേ ഏതാ എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് തോന്നിച്ചു ഇഷ്ടപ്പെട്ടില്ലേ ഇതിലേതൊക്കെയാ ഹസ്ബൻഡിന് ഇഷ്ടം ഒന്ന് കാണിച്ചോണ്ടാ അത് മാത്രമേ ഇഷ്ടമായിട്ടുള്ളൂ അപ്പോൾ അത് ബദാം ഇതൊന്നും ഇഷ്ടമില്ല മതി രസമില്ല 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 ഇത് കഴിച്ചോക്കുന്ന കഴിച്ചോക്കെ ഞാൻ ഇന്നാളിങ്ങനെ പറഞ്ഞില്ലേനോ അല്ല അങ്ങോട്ട് വരി ബ്ലൗസാ ആ മറ്റേ പൊരി അള്ളം പൊരി അല്ല അത് നല്ല പൊരിയാ എന്റെ മേലോട് ആകെ മോളിന് തന്നെ ഇനി പുതിയത് ഉപ്പ് കുറഞ്ഞ് ഇത് നമ്മളെ നല്ല ചൂടുണ്ടായിരുന്നു പൊരി അരിപ്പ് ടേസ്റ്റ് അടിപൊളിയാടാ അമ്മ കുറേ ദിവസം ഇങ്ങനെ പറയണേ ഇവിടുന്നോ കുറച്ച് കിട്ടപ്പോ ഇങ്ങനത്തെ പൊരി എവിടുന്നാ കിട്ടുക അങ്ങനത്തെ പൊരി തീരാണെങ്കിൽ ഞാൻ അറിയാൻ മുച്ചിട്ടില്ല ഒരു ഇതുമില്ല അത് കാലത്ത് കൊണ്ടാ മറ്റേ നമുക്ക് ചെനപ്പൊരി ഉണ്ടാക്കാം ഒരു സംഭവം ഉണ്ട് ഒരു മസാല അതും കടലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാ റൈക്കാക്കിയോട് ഉള്ളതെന്ന് ഉണ്ടാക്കാം ചെനപ്പൊരി ഇത് ആ രസം കുഴപ്പമില്ലത് ഇതാ എല്ലാവർക്കും നൂൽപുട്ട് ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു അച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇതാ നൂൽപുട്ട് വാട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ ചുടുവെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് അതാ തിളച്ച വെള്ളത്തിലേക്ക് പാത്രമാണ് തിളച്ച വെള്ളത്തേക്ക് ഇതാ പൊടി ഇട്ടിട്ട് നല്ലോ അത് ഇതാ ഇതിൽ ബ്രഷ് ഇട്ട് തിരിക്കണ് ഇത് ബ്രഷിനുള്ള ഇതെന്തിനുള്ള അറിയോ എനിക്ക് നല്ല ടേസ്റ്റുള്ള നൂൽപുട്ട് വേണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള അച്ച് വാങ്ങിയതമ്മ ഇതിന്റെ പരിപ്പെടുത്ത് ഇവിടെ എന്തുകൊണ്ടെന്നാലും ഇരുമ്പ് കരിമ്പാക്കണായിരുന്നു അപ്പോൾ അതാ നമ്മളിതെല്ലാം ഓരോ പ്ലേറ്റിലേക്കും അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിലേക്കൊക്കെ ആക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉമ്മ അതാ ഇവിടെ ഇഡ്ഡലി തട്ടില് ഒന്ന് ഇഡ്ഡലി തട്ടിലും ഒന്ന് ഇതുപോലെ ഓട്ടപ്പാത്രത്തിലുമാണ് ആക്കിയെടുക്കുന്നത്. ഇതൊന്ന് വെച്ചിട്ടുള്ളൂ ഞാൻ തന്നെ വേഗം കൊടുക്കാനേ, ഹസ്ബൻഡിന് വേഗം കൊടുക്കാൻ വേണ്ടി, ബേബിക്ക് വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അതാ ആദ്യം വേഗം ഇഡ്ഡലി തട്ടിൽ വെച്ചതാണ്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാമ്മ. ചൂർമണ്ടായിരുന്നു മോന് പറ്റില്ല, അപ്പൊ അതാ പഞ്ചസാര എടുത്ത് കൊടുക്കുകയാണ് ഹസ്ബൻഡിന്. ബേബിയേ ഇതൊക്കെ ഓന്ത വല്ല കാർട്ടൂൺ കാണുന്ന തിരക്കാം. ഇങ്ങോട്ടൊക്കെ
നൂൽപുട്ട് വാ ഇവിടെ ഇരിക്കും. ചൂടുണ്ട് കേട്ടോ, അപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. പഞ്ചസാര ഇതാക്കിയാണ്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചുകൊണ്ട് ഇതാ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അടുത്തൊരു വീഡിയോ വരെ തൽക്കാലം ബൈ.